students, നമ്മളിവിടെ ഫാക്സിന്റെ മൊഡ്യൂൾ 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ആണ് കണ്ടിന്യൂ ചെയ്തത്. ലാസ്റ്റ് റിവിഷൻ നമ്മൾ സീരീസ് കോമ്പൻസേഷനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത് ഷണ്ട് കോമ്പൻസേഷൻ. നെക്സ്റ്റ് ഷണ്ട് കോമ്പൻസേഷൻ. ഇപ്പോൾ റിയാക്റ്റീവ് പവർ ഷണ്ട് കോമ്പൻസേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. സോ നമുക്ക് റിയാക്റ്റീവ് ഷണ്ട് കോമ്പൻസേഷൻ വെച്ചിട്ട് നമുക്കൊരു ട്രാൻസ്മിഷൻ ലൈനിന്റെ വോൾട്ടേജിനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതേപോലെ ട്രാൻസ്മിറ്റബിൾ പവറിനെ കൂട്ടാനും സാധിക്കും. ഇപ്പോൾ റിയാക്റ്റീവ് കോമ്പൻസേഷന്റെ പർപ്പസ് എന്ന് വെച്ചാൽ നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ വേരി ചെയ്ത് ലോ ഡിമാൻഡിനനുസരിച്ച് അതുമായിട്ട് കോമ്പാറ്റബിൾ ആക്കുക എന്നുള്ളതാണ് റിയാക്റ്റീവ് കോമ്പൻസേഷൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കറിയാം, ലോഡ് കുറയുന്ന സമയത്ത് ട്രാൻസ്മിഷൻ ലൈനിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കൂടിപ്പോകും, ഓവർ വോൾട്ടേജ് ആവും. സോ ആ കേസിൽ നമുക്ക് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വോൾട്ടേജ് കുറയണം. വോൾട്ടേജ് കുറയണമെങ്കിൽ അവിടെ റിയാക്റ്റീവ് പവർ അബ്സോർബ് ചെയ്യണം. അപ്പോൾ ആ കേസിൽ ഉപയോഗിക്കുന്നതാണ് ഷണ്ട് കണക്റ്റഡ് ഫിക്സഡ് ഓർ മെക്കാനിക്കലി സ്വിച്ച് റിയാക്ടേഴ്സ്, അതായത് ഇൻഡക്ടേഴ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. മറിച്ച് ഇപ്പം ലോഡ് ഡിമാൻഡ് കൂടിയെങ്കിൽ നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിന്റെ വോൾട്ടേജ് ഒത്തിരി കുറഞ്ഞു പോകും, അതായത് വോൾട്ടേജ് സാഗ് ഉണ്ടാവും. സോ ആ കേസിൽ വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ റിയാക്റ്റീവ് പവറിനെ ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സപ്ലൈ ചെയ്യണം. സോ അങ്ങനത്തെ കേസിൽ ഉപയോഗിക്കുന്നതാണ് മെക്കാനിക്കലി സ്വിച്ച് കപ്പാസിറ്റർ, ഷണ്ട് കണക്റ്റഡ് കപ്പാസിറ്റേഴ്സ് ഉപയോഗിക്കും. അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് ഷണ്ട് കോമ്പൻസേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ പവറിനെ, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന പവറിനെ കൂട്ടുക എന്നുള്ളതാണ്. ഷണ്ട് കോമ്പൻസേഷൻ, അതായത് മിഡ് പോയിന്റ് വോൾട്ടേജ് റെഗുലേഷൻ ഫോർ ലൈൻ സെഗ്മെന്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു 2 മെഷീൻ മോഡൽ കൺസിഡർ ചെയ്യാൻ, ട്രാൻസ്മിഷൻ മോഡൽ. ഇവിടെ നമ്മൾ ഷണ്ട് കോമ്പൻസേഷനിൽ ഒരു ഐഡിയൽ വാർ കോമ്പൻസേറ്റർ എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് പവർ compensator is shunt connected at the midpoint of transmission line. ഷണ്ട് ആയിട്ട് സീരീസ് കോമ്പൻസേഷൻ ആയിട്ട് നമ്മൾ മിഡ് പോയിന്റ് ഓഫ് ട്രാൻസ്മിഷൻ ലൈനിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ വാർ കോമ്പൻസേറ്റർ നമ്മൾ പാരലൽ, ഷണ്ട് എന്ന് പറഞ്ഞാൽ പാരലൽ കണക്ഷൻ അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. 2 machine system, sending end voltage Vs, receiving end voltage Vr, midpoint voltage Vm, ideal compensator, so P equals 0. ട്രാൻസ്മിഷൻ ലൈൻ റിയാക്ടൻസ് X ആയിരുന്നു, അത് മിഡ് പോയിന്റിലാവുമ്പോൾ ഫസ്റ്റ് സെഗ്മെന്റിൽ X/2, സെക്കൻഡ് സെഗ്മെന്റിൽ X/2. ഇവിടെ ISM വരുന്നുണ്ട്, ഇവിടുന്ന് പോകുന്ന കറണ്ട് IMR, ഫ്രം മിഡ് പോയിന്റ് ടു റിസീവിംഗ് എൻഡ് IMR, സെൻഡിങ് എൻഡിൽ നിന്ന് മിഡ് പോയിന്റിലോട്ട് വരുന്നത് ISM കറണ്ട്. അപ്പോൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ ലൈനെ ഒരു സീരീസ് ലൈൻ ഇൻഡക്റ്റൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഷണ്ട് കോമ്പൻസേറ്ററിനെ ഒരു AC വോൾട്ടേജ് സോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഇൻ ഫേസ് വിത്ത് ദ മിഡ് പോയിന്റ് വോൾട്ടേജ് VMM ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു ദാറ്റ് ഓഫ് സെൻഡിങ് എൻഡ് ആൻഡ് റിസീവിംഗ് എൻഡ് വോൾട്ടേജിനോട് ഈക്വൽ ആണ്. ദ മിഡ് പോയിന്റ് compensator segments the transmission line into 2 independent parts. ഫസ്റ്റ് സെഗ്മെന്റിന് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ X/2, it carries power from sending end to midpoint. സെക്കൻഡ് സെഗ്മെന്റിന് ഇംപിഡൻസ് X/2 ഉം അത് മിഡ് പോയിന്റിൽ നിന്ന് റിസീവിംഗ് എൻഡിലോട്ട് പവർ ക്യാരി ചെയ്യും. അപ്പം നമുക്ക് വോൾട്ടേജ് VS, VR, VM ഉം ലൈൻ സെഗ്മെന്റ്സ് കറണ്ട് ISM, IMR ഉം നമുക്ക് ഫേസർ ഡയഗ്രം വെച്ച് റിലേഷൻഷിപ്പ് കാണാം. സോ ഫേസർ ഡയഗ്രം വരയ്ക്കുന്നത് VS ഉം VR ഉം ഇതിന്റെ എല്ലാ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, അത് ഡെൽറ്റ ആംഗിളിലാണ് വരയ്ക്കുന്നത്. ഇനി VM കൃത്യം സെന്റർ പോയിന്റിൽ കൂടെ വരയ്ക്കും, അതിന് ഇൻഫേസ് ആയിട്ട് IM വരും. പിന്നെ നോക്കേണ്ടത്, സോ അപ്പം VS ഉം VM ഉം തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? Δ/2. അതേപോലെ VM ഉം VR ഉം തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? Δ/2. ഇനി VS എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേരുന്നതാണ്? VM പ്ലസ് ISM ഇൻറ്റു JX/2. ആ ഡ്രോപ്പ് ആണ് എന്ത്? VS എന്ന് പറഞ്ഞാൽ. അതേ സമയത്ത് VR എന്ന് പറഞ്ഞാൽ എന്തുവാ? VMന്റെ കൂടെ, അല്ലെങ്കിൽ VM എന്ന് പറഞ്ഞാൽ VRന്റെ കൂടെ ആ രണ്ടാമത്തെ സെഗ്മെന്റിലുള്ള ഡ്രോപ്പ് ആണ്, അതായത് ISR ഇൻറ്റു J ഇൻറ്റു X/2. അതാണ് എന്ത്? VM എന്ന് പറയുന്നത്. സോ Δ/2 എന്ന ഉണ്ടായിരുന്ന ആംഗിൾ അത് വീണ്ടും നേർപകുതിയാകുമ്പോൾ Δ/4 ആവും. ഇനി ഇത് VSM, സെൻഡിങ് എൻഡ് മിഡ് പോയിന്റ് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന VSM, ഈ വോൾട്ടേജ് ഇതിന്റെ VMനും VRനും ഇടയ്ക്ക് വരുന്ന എന്താ? VMR. So magnitude of VS equals VR equals VM equals V നമുക്ക് എഴുതാം.
Midpoint var compensator അല്ലെങ്കിൽ shunt compensator എന്തുവാ ചെയ്യുന്നത്? It exchanges only reactive power with the transmission line. അപ്പോൾ ഈ പ്രോസസ്സിൽ അത് റിയാക്റ്റീവ് പവർ ആണ് ട്രാൻസ്മിഷൻ ലൈനുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. VSM equals VMR equals V into cos delta by 4. ഫേസർ ഡയഗ്രത്തിൽ നമുക്ക് കിട്ടും. ISM equals IMR equals I equals എങ്ങനെ നമുക്ക് എഴുതാം? 4B by X into sin delta by 4. ട്രാൻസ്മിറ്റഡ് പവറിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ VSM into ISM that equals VMR into IMR that equals VM into ISM into cos delta by 4. That is equal to V into I cos delta by 4. ഐക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനലി പവറിൻ്റെ ഇക്വേഷൻ P equals 2V² by X into sin delta by 2 എന്ന് കിട്ടും. Power equals VSM into ISM equals VMR into IMR that equals VM into ISM cos delta by 4 equals VI cos delta by 4. ഐക്ക് പകരം എന്തിട്ട് കൊടുക്കാം? 4V by X into sin delta by 4. cos delta by 4 അതേപോലെ എഴുതി. സോ ഇത് എന്ത് ചെയ്യും? വിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4V² by X into sin delta by 4 into cos delta by 4 that equals 4V² by X into sin theta sin 2 theta എന്ന് പറഞ്ഞാൽ 2 sin theta cos theta. അപ്പോൾ തീറ്റയുടെ സ്ഥാനത്ത് ഡെൽറ്റ ബൈ 4 എന്ന് പറയുമ്പോൾ sin into 2 into delta by 4 എന്ന് പറഞ്ഞാൽ sin delta by 2 the whole divided by 2 ആ ഐഡന്റിറ്റി ഉപയോഗിക്കാം. സോ ഈ 2ഉം 4ഉം കൂടെ ക്യാൻസൽ ആയി പോയിട്ട് നിങ്ങൾക്ക് പവർ ഈക്വൽസ് 2V² by X into sin delta by 2 എന്ന് കിട്ടി. ഇതാണ് റിയൽ പവറും ഡെൽറ്റയും തമ്മിലുള്ള റിലേഷൻ. Q is equal to V into I sin delta by 4. ഐക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫൈനലി നമുക്ക് കിട്ടും 4V² by X into sin square delta by 4. sin square delta by 4ന് പകരം എന്തിട്ട് കൊടുക്കാം? ഐഡന്റിറ്റി ഉപയോഗിക്കുമ്പോൾ 1 minus cos delta by 2 എടുക്കും. സോ നമുക്ക് Q is equal to 2V² by X into 1 minus cos delta by 2 എന്ന് കിട്ടും. ഇതാണ് റിയൽ റിയാക്റ്റീവ് പവർ വേഴ്സസ് ഡെൽറ്റ കർവ് ആണ്. ഫോർ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0 റിയൽ പവറിന്റെ ഇക്വേഷൻ 2V² by X into sin delta by 2. സോ sin 0 0 ആയി. ഡെൽറ്റ ബൈ 2 എപ്പോഴാണ് മാക്സിമം ആവുന്നത്? 90 ആകുമ്പോൾ 45 ഡിഗ്രി ആവും. 180 ഡിഗ്രി ആകുമ്പോഴത്തേക്കുമാണ് എന്ത് sin 90 കിട്ടുന്നത്. അപ്പോൾ എത്ര കിട്ടും? 2V² by X കിട്ടും. അതാണ് ഇത്. അറ്റ് sin ഡെൽറ്റ ഈക്വൽസ് പൈ നമുക്ക് P മാക്സ് റിയൽ പവർ മാക്സിമം വാല്യൂ കിട്ടും. ഇനി റിയാക്റ്റീവ് പവർ ആണ് ഈ കാണിച്ചേക്കുന്ന ഷണ്ട് കോമ്പൻസേഷന് 2V² by X into 1 minus cos delta by 2 ആയിരുന്നു. സോ അതിനെ ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ ആക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും 4V² by X into 1 minus cos delta. അപ്പം അതിൻ്റെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡെൽറ്റ ഇതാണ്. cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 minus 1 0. cos 180 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ 1 plus 1 2. ആ കേസിൽ അത് മാക്സിമം റിയാക്റ്റീവ് പവർ ഒബ്റ്റെയിൻ ചെയ്യും. Concept of transmission line segmentation can be expanded into the use of multiple compensators located at equal segments of transmission line. The transmission line segments or compensator ഓരോ സെക്ഷനും മിഡ് പോയിന്റിൽ കൊടുക്കും. അങ്ങനെ ഒരു ഡയഗ്രാമിൽ കാണിച്ചേക്കുന്ന 2 machine system with ideal reactive compensators maintaining constant transmission voltage profile by line segmentation. Therefore, we can conclude that the midpoint shunt compensation can significantly increase the transmittable power at the expense of a rapidly increasing reactive power demand on the midpoint compensator. Midpoint എന്ന് പറഞ്ഞാലാണ് ഒരു കോമ്പൻസേറ്ററിന് വേണ്ട ബെസ്റ്റ് ലൊക്കേഷൻ. വൈ? ബിക്കോസ് the voltage sag along the uncompensated line is largest at the midpoint. മിഡ്പോയിന്റിലാണ് ഏറ്റവും എഫക്റ്റ് ഉണ്ടാകുന്നത് വോൾട്ടേജ് സാഗിന്റെ. Also, the compensation at the midpoint breaks the transmission line into 2 equal segments for each of which the maximum transmittable power is same.